രേഷ്മ ബാബു അവിടെയുണ്ട്. രേഷ്മ, കേൾക്കാമെങ്കിൽ യുവനായകൻ നിതിൻ നബീൻ കാലടി ശൃംഗേരി മഠത്തിലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹത്തിന്റെ ആദ്യ കേരള സന്ദർശനത്തിന്റെ 2ാം ദിവസം തുടങ്ങുകയാണ് കാലടിയിൽ നിന്ന്, അല്ലേ? അതേ പ്രദീപുള്ള ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ആദിശങ്കര ജന്മഭൂമിയിൽ എത്തിയിരിക്കുകയാണ്. പ്രകാശ് ജാവ്ദേക്കർ ഉൾപ്പെടെയുള്ള ദേശീയതല നേതാക്കൾ അദ്ദേഹത്തോട് ഒപ്പമുണ്ട്. ആദിശങ്കരന്റെ ജന്മഭൂമിയിലേക്ക് അദ്ദേഹത്തിന്റെ ആദ്യ വരവാണ്. നേരത്തെ നിശ്ചയിച്ച സമയം കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ ബി.ജെ.പിയുടെ പ്രാദേശിക നേതാക്കളും ജില്ലാതല നേതാക്കളും ദേശീയ നേതാക്കളും ഒക്കെ തന്നെ ചേർന്ന് സ്വീകരിക്കുന്നുണ്ട്. അതിനുശേഷം മഠത്തിനുള്ളിലേക്ക് അദ്ദേഹം വരും. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. നിലവിൽ ഇവിടുത്തെ പരിപാടികളല്ല, ഒരു സന്ദർശനം എന്ന് പറയുന്നത് ഹ്രസ്വ സന്ദർശനമാണ്. ഏകദേശം 10-15 മിനിറ്റ് മാത്രമായിരിക്കും സമയം ചെലവഴിക്കുക. അതിനുശേഷം അദ്ദേഹം തൃശ്ശൂരിലേക്ക് പോകും. അവിടെ ഔദ്യോഗിക പരിപാടികളുണ്ട്. ഇവിടുത്തെ സന്യാസി ശ്രേഷ്ഠരെ അടക്കം അദ്ദേഹം കാണും. ഇവിടുത്തെ ആരാധനാലയത്തിൽ, ക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനം നടത്തും. ഒപ്പം തന്നെ ശങ്കരാചാര്യരുടെ പാദ പൂജ അല്ലെങ്കിൽ പാദം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ഇവിടെ മഠത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന നെതിയടി അത് പൂജ നടത്തും. അതിനുശേഷം സന്യാസി ശ്രേഷ്ഠരെയും കൂടി കണ്ടതിന് ശേഷമായിരിക്കും അദ്ദേഹം പുറത്തേക്ക് പോവുക. എന്തായാലും നിലവിൽ ഇവിടുത്തെ നിശ്ചയിച്ചിട്ടുള്ള സമയം ഏകദേശം 15 മിനിറ്റാണ്. അദ്ദേഹം അകത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇവിടെ ഷോൾ അണിയിച്ച് ഇവിടുത്തെ ജില്ലാതല നേതാക്കൾ, ഇവിടുത്തെ മറ്റ് പ്രമുഖരായിട്ടുള്ള ആളുകൾ, വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങളുടെ കാര്യകർത്താക്കൾ അവരൊക്കെ തന്നെ അദ്ദേഹത്തെ ആനയിക്കുകയാണ്. അതിനുശേഷം മഠത്തിനുള്ളിലേക്കാണ് അദ്ദേഹം കടക്കുക. മഠത്തിന് മുന്നിൽ ഈ മഠത്തിന്റെ മഠാധിപതിയായിട്ടുള്ള നിരവധി പേരുണ്ട്. മഠാധിപതി, അതോടൊപ്പം തന്നെ സന്യാസി ശ്രേഷ്ഠരൊക്കെ തന്നെ ഇവിടെ അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ടുണ്ട്. മാലയിട്ടായിരിക്കും സ്വീകരിക്കുക. അതിനുശേഷം അകത്തേക്ക് പോകും. ഇവിടെ ആദിശങ്കരന്റെ മണ്ണ് എന്ന് പറയുമ്പോൾ അത്രയേറെ പരിപാവനമായിട്ടുള്ള പുണ്യമായിട്ടുള്ള സ്ഥലമാണ്, തീർത്ഥാടന കേന്ദ്രമാണ്. നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്ന ഒരിടമാണ്. ആ ഒരു സ്ഥലത്തേക്കാണ്, പരിപാവനമായിട്ടുള്ള ആദിശങ്കരന്റെ മണ്ണിലേക്കാണ് അദ്ദേഹം ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള നിതിൻ നബീൻ എത്തിയിരിക്കുന്നത്. അദ്ദേഹം മഠത്തിനുള്ളിലേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഠത്തിന്റെ കാര്യങ്ങൾ നോക്കുന്ന സന്യാസി വര്യന്മാരും പുരോഹിതരും ഒക്കെ തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ്. അദ്ദേഹം മഠത്തിനുള്ളിൽ കയറി ആദിശങ്കരന്റെ പാദം പതിഞ്ഞ ഈ ഇടം, അവിടുത്തെ ക്ഷേത്രത്തിനുള്ളിലെ എല്ലായിടത്തും ദർശനം നടത്തും. അതിനുശേഷം അദ്ദേഹത്തിന്റെ ജന്മഗ്രഹം എന്നാണ് ഈ ശൃംഗേരി മഠം അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ അദ്ദേഹത്തിന്റെ മെതിയടി സൂക്ഷിച്ചിട്ടുണ്ട്. അത് ശങ്കരന്റെ പാദം എന്നുള്ള രീതിയിലാണ് അതിന് സങ്കല്പം. അവിടെ ആ പാദത്തിന്മേൽ പൂജ നടത്തിയ ശേഷമാകും അദ്ദേഹം മടങ്ങി പോവുക. അദ്ദേഹം മഠത്തിനുള്ളിലേക്ക് കയറുകയാണ്. ഇനി ദർശനമാണ്. ഈ ദർശനത്തിന് നമുക്ക് പ്രവേശനം നിയന്ത്രണം ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തെ മഠത്തിലെ കാര്യങ്ങൾ നിർവഹിക്കുന്ന പുരോഹിതരൊക്കെ തന്നെ അദ്ദേഹത്തെ സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. ദേശീയ നേതാക്കളൊക്കെ തന്നെ അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. ആദിശങ്കരന്റെ മണ്ണിലേക്ക് നിതിൻ നബീൻ ആദ്യമായിട്ട് കടന്നു വരികയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 2 ദിവസവുമായിട്ടും അദ്ദേഹത്തിന്റെ സന്ദർശനം എത്രത്തോളമാണ് ബി.ജെ.പി. എന്നുള്ള സംവിധാനത്തെ ശക്തിപ്പെടുത്തി എന്നുള്ളത്. ആദിശങ്കരന്റെ മണ്ണിൽ ആദിശങ്കരന്റെ പാദപൂജ നടത്താതെ അദ്ദേഹത്തിന് മടങ്ങിപ്പോകാനാകില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ദർശന സമയം നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നത്. എന്തായാലും അല്പസമയം ഇവിടെ ചെലവഴിച്ച ശേഷം തന്നെയാകും അദ്ദേഹം തിരികെ തൃശ്ശൂരിലേക്ക് പോവുക. അവിടെ ഔദ്യോഗിക പരിപാടികൾ അവിടെയാണ് ഇന്നത്തെ ആരംഭിക്കുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് കാലടിയിലേക്ക് അദ്ദേഹം എത്തിയത്. ഈ പുരാതനമായ പരിപാവനമായ ആദിശങ്കരന്റെ ജന്മ സ്ഥലമായിട്ടുള്ള ശൃംഗേരി മഠത്തിൽ ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ദർശനം നടത്തുകയാണ്. ഇവിടെ തൊഴുത് അദ്ദേഹം മടങ്ങും. നിലവിൽ 15 മിനിറ്റ് സമയമാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടുത്തെ ഗണപതി കോവിൽ, അതോടൊപ്പം തന്നെ ശങ്കരന്റേതായിട്ടുള്ള ശ്രീകോവിൽ, അവിടെയൊക്കെ തന്നെ
ദർശനം നടത്തിയ ശേഷമാണ് അദ്ദേഹം തിരികെ ഇറങ്ങുക. പാദപൂജ അതിന് ശേഷമായിരിക്കുമെന്നാണ് ഇവിടുത്തെ സന്യാസിവര്യന്മാരൊക്കെ തന്നെ അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ അനുഗമിക്കാനായിട്ട് നിരവധി പ്രവർത്തകരും നേതാക്കന്മാരും ഉണ്ട്. പ്രഭാരിയായിട്ടുള്ള പ്രകാശ് ജാവ്ദേക്കർ, അതോടൊപ്പം തന്നെ സഹപ്രഭാരിയായിട്ടുള്ള ശോഭാ കരന്തലജെ, ദേശീയ നേതാക്കൾ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, ദേശീയ തലത്തിലുള്ള മറ്റു നേതാക്കളൊക്കെ തന്നെ ഇവിടെ നേരത്തെ തന്നെ എത്തിച്ചേർന്നിരുന്നു. എന്തായാലും അല്പസമയം അദ്ദേഹം ചെലവഴിച്ച ശേഷമാണ് നേരെ തൃശ്ശൂരിലേക്ക് പോവുക. നിലവിൽ ഈ ശ്രീകോവിലിന്റെ ഭാഗത്ത് വന്ന് അദ്ദേഹം ദർശനം നടത്തുന്ന ദൃശ്യങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രദീപിള്ള. കാലടി ശൃംഗേരി മഠത്തിൽ BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീന്റെ സന്ദർശനം ആരംഭിച്ചിരിക്കുകയാണ്. ഹ്രസ്വ സന്ദർശനമാണ്. മാറാത്തത് മാറ്റാൻ യുവനായകൻ കേരളത്തിന്റെ മണ്ണിലേക്ക് എത്തിയതാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ സന്ദർശനം, ഇന്നത്തെ സന്ദർശനം ശൃംഗേരി മഠത്തിൽ നിന്ന് ആരംഭിക്കുകയാണ് എന്നുള്ളതാണ്. 2 ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടിയിട്ടാണ് BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ കേരളത്തിലേക്ക് എത്തിയത്. BJP ദേശീയ അധ്യക്ഷനായ ശേഷമുള്ള ആദ്യ കേരള സന്ദർശനമാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. നിതിൻ നബീന്റെ ആദ്യ കേരള സന്ദർശനത്തിന്റെ 2ാം ദിവസമാണ്. കാലടി ശ്രീ ശങ്കര പീഠത്തിൽ അദ്ദേഹം ദർശനം നടത്തുകയാണ്. BJPയുടെ പുതിയ യുവനായകൻ നിതിൻ നബീൻ അദ്ദേഹത്തിൻ്റെ കേരള സന്ദർശനത്തിൻ്റെ 2ാം ദിവസത്തിന് തുടക്കം കുറിക്കുകയാണ്. ശൃംഗേരിയിലെ ശങ്കരാചാര്യയുടെ ജന്മസ്ഥാനത്ത് കാലടിയിലെ ശൃംഗേരി മഠത്തിൽ സന്ദർശനത്തിനെത്തിയ അദ്ദേഹത്തെ സ്വീകരിച്ചനയിച്ചു. ശ്രീകോവിലിൽ ദർശനം നടത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. രേഷ്മ, നിതിൻ നബീൻ അവിടെ ക്ഷേത്ര ദർശനം നടത്തി, ദർശനം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അദ്ദേഹത്തിന് അവിടെ മറ്റു കൂടിക്കാഴ്ചകൾ എന്തെങ്കിലും ഉണ്ടോ, അതോ രേഷ്മ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹ്രസ്വ സന്ദർശനം നടത്തി അവിടെ നിന്ന് തൃശ്ശൂരിലേക്ക് യാത്ര പുറപ്പെടുകയാണോ? നമുക്ക് ഇത് സംബന്ധിച്ച വിവരങ്ങൾ അറിയാൻ കഴിയുന്നുണ്ടോ? അപ്രതീക്ഷിച്ചുള്ള ഒരു ഹ്രസ്വ സന്ദർശനം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ ആരെയും കൂടിക്കാഴ്ചയൊന്നും തന്നെ നിശ്ചയിച്ചിട്ടില്ല. നിലവിൽ ശാരദാമ്പൽ, അതായത് ഈ മഠത്തിനുള്ളിലെ സമുച്ചയത്തിലെ 2 പ്രധാന ക്ഷേത്രങ്ങളാണ് ആദിശങ്കര ക്ഷേത്രവും ശാരദാംബ ക്ഷേത്രവും. ഈ ശാരദാമ്പലിലാണ് ഇപ്പോൾ ദർശനം നടത്തിയിരിക്കുന്നത്. ശൃംഗേരി മഠത്തിന്റെ അധിഷ്ഠാത്രിയായ ശാരദാദേവിക്കുള്ള സമർപ്പണമായിട്ടാണ് ഈ ശാരദാമ്പൽ ക്ഷേത്രം അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ മഠം സന്ദർശിക്കുന്ന എല്ലാവരും ശാരദാമ്പൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തും. ഈ കഴിഞ്ഞത് നിതിൻ നബീൻ ശാരദാമ്പൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തി
അവിടുത്തെ പ്രസാദം സ്വീകരിച്ചതാണ്. ഇനി ആദിശങ്കരന്റേതായിട്ടുള്ള ക്ഷേത്രത്തിലേക്ക് അദ്ദേഹം എത്തും, പാദപൂജ നടത്തും എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. നേരത്തെ ഇവിടുത്തെ പുരോഹിതർ അദ്ദേഹത്തെ സ്വീകരിച്ചാനയിച്ചാണ് കൊണ്ടുവന്നത്. അതിനുശേഷമാണ് ശാരദാംബ ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തിയത്. ഇനി നേരെ ആദിശങ്കര ക്ഷേത്രത്തിലേക്ക് വരും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇവിടുത്തെ പരികർമ്മികളൊക്കെ തന്നെ അദ്ദേഹത്തോട് ഒപ്പമുണ്ട്. അദ്ദേഹം അവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇവിടുത്തെ ചിട്ടവട്ടങ്ങളൊക്കെ എങ്ങനെയാണ്, ഇവിടുത്തെ പൂജാരീതികളൊക്കെ തന്നെ എങ്ങനെയാണ് എന്നത് സംബന്ധിച്ചുള്ള ഒരു ഹ്രസ്വ സംഭാഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, അദ്വൈത ദർശനത്തിന്റെ ഉപജ്ഞാതാവായിട്ടുള്ള ശ്രീ ശങ്കരാചാര്യർ ജനിച്ച മണ്ണ് അത്രയേറെ പരിപാവനമായിട്ടുള്ള പുണ്യമായിട്ടുള്ള ഇടം.